رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ثم أما بعد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇതൊരിക്കലും മുസ്ലിംസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല. ഇതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന സൊല്യൂഷൻസും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബട്ട് ഇറ്റ്സ് ബാക്ക്ഡ് വിത്ത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്, ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരുവിധ എക്സ്പോഷറും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ, പടച്ചവനിൽ നിന്നുള്ള അത്രമാത്രം വലിയ കാവലുള്ള വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അത്രമാത്രം ഒരു കരുതലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ അത് എക്സ്പോസ്ഡ് ആവാത്തത്. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോളുക. ഈ ഏരിയയിലേക്ക് വരരുത്. ഡോണ്ട് ഈവൻ ഗോ നിയർ ഇറ്റ്. ഇതിൻ്റെ അടുത്ത് പോലും വരരുത്. ഇതിനെപ്പറ്റി ഒരു തരത്തിലുള്ള ക്യൂരിയോസിറ്റിയും നിങ്ങൾക്ക് നല്ലതിനല്ല. അതുകൊണ്ട് just go away from it. This is a bloody cancer, man. So just leave, okay? അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള രീതിയിലല്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് ഒരു ബ്രദർ ടു ബ്രദർ ടോക്ക് ആയിരിക്കും. വളരെ ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ ലാംഗ്വേജും ഇതിൻ്റെ എല്ലാം വെർബാറ്റിം എല്ലാം ആ ഒരു വൈബിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബെയർ വിത്ത് മീ വിത്ത് ദിസ് ഈസ് നോട്ട് ഫോർ എവ്രി വൺ. ദിസ് ഇസ് പ്യുവർലി എ ബ്രദർ ടു ബ്രദർ ടോക്ക്. സെക്കൻഡ് തിങ്, പലപ്പോഴും പലരും ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 വർഷമായി. നമ്മൾ ഒരുപാട് വലിയ ഇൻട്രോ കഥയൊന്നും അടിക്കുന്നില്ല, പക്ഷേ ഇത് പറയേണ്ട കാര്യമായതുകൊണ്ട് മാത്രം പറയുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. 7-8 വർഷമായി. ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്ത വീഡിയോ ആണ് ഇതിനകത്ത് ഏറ്റവും അധികം വ്യൂസൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ റമദാൻ മാസത്തിൽ മാത്രമൊക്കെയാണ് മിക്കവാറും വീഡിയോസ് ഞാൻ ചെയ്യാറ്. കാരണം ഐ ആം നോട്ട് എ കണ്ടൻറ് ക്രിയേറ്റർ. എൻ്റെ പരിപാടിയേ അതല്ല. അപ്പോൾ എന്താണ് ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് നിങ്ങൾക്കും കൂടെ എനിക്കിങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന സാധനങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അത്രയും എനിക്ക് തോന്നിയാൽ മാത്രമേ, അത്രയും വാല്യൂ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ സമയത്തിന് ഞാൻ അത്രമേൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും കണ്ടൻറ്റ് എല്ലായിടത്തു നിന്നുള്ള അതേ സാധനം തന്നെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ആ ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. നിങ്ങൾ ഈ ചാനലിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ട് ഇടുന്ന, അല്ലെങ്കിൽ ഒരു സ്വതക്ക എന്ന നിലയ്ക്ക് ഒരു അറിവ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതല്ലാതെ ഞാനായിട്ട് മെനക്കെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം ഒന്ന് നിഷായിരിക്കാം. അത് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത ഒന്നായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് അത്രയും ഹെൽപ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെ. പിന്നെ ഞാനൊരിക്കലും മുഖം കാണിച്ച് വീഡിയോ ചെയ്യാത്തതും അതുകൊണ്ടാണ്. പലപ്പോഴും പലരും കമൻസിൽ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് എന്നെ റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ മാത്രമാണ്. പലപ്പോഴും നിങ്ങളെക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്ന ഒരാളും ആണ്. അത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ, ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അതിന് തപ്പിപ്പോണമെന്നില്ല, ബട്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുമല്ല നിങ്ങളുടെ അങ്ങനെ. അതുകൊണ്ട് ഒരിക്കലും ഉസ്താദ് എന്നോ ഒരു ടീച്ചറായിട്ടോ ഒന്നും വിചാരിക്കരുത്. ഐ എം ജസ്റ്റ് എ ബ്രദർ. നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളെ ചുറ്റിലുമൊക്കെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വലിയ പദങ്ങളൊന്നും എന്നോട് പറയരുത്. ഞാൻ അങ്ങനെയൊന്നും അല്ല. അത് മാത്രമല്ല, എനിക്കത് ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ. ഒന്നുമല്ല ഞാൻ. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന കണ്ടൻ്റ് എല്ലാം എത്രയോ മനുഷ്യർ, അവരെത്രയോ വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അതിനെപ്പറ്റി അത്രയും ഗ്രാഹ്യമുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രെഡിറ്റും എടുക്കാൻ ഞാനില്ല ഇതിനകത്ത്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ആ വില മാത്രമേ എനിക്ക് നിങ്ങൾ തരാവുള്ളൂ. അതിനപ്പുറം മറ്റൊന്നുമില്ല. നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഉൾപ്പെടുത്തുക. ഒരിക്കലും ലോകമാന്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. കാരണം ഇത് പടച്ചവനുമായിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഒരാൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ദുആ, അത് മാത്രമായിരിക്കും എനിക്കിതിനകത്തുനിന്ന് കിട്ടുന്ന ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇത് കുറച്ചൊരു വേറൊരു ടോണിലും വേറൊരു വൈബിലും ആയിരിക്കും ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെയർ വിത്ത് മീ. ഇത് ഇനി നമ്മൾ ആ ടോണിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് ഗോൺ ടു ബി എ ബ്രദർ ടു ബ്രദർ ടോക്ക്. സിസ്റ്റേഴ്സ് forgive me, I don't know if you have such an issue, but I mean I'm just going to address brothers here.
sisters, forgive me, it will be helpful. If you have such an issue, the remedies are going to be the same. I mean, yeah, it's mostly the same, so it's going to help you. But whatever, let's go. അപ്പോൾ ബ്രദേഴ്സ്, ഓക്കെ, ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് പരിപാടി. This is going to be a jihad. Okay, this is going to be a war. It's not a small game. Okay, നമ്മൾ നല്ല പണിയിലാണ്. ഇതിനകത്ത് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി പണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമല്ല, ഇത് നമുക്കിട്ട് തന്നവനായിട്ട് നല്ല 8ന്റെ പണി നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് വേറെ ഒരു പരിപാടിയില്ല. അതായത് ഇതിനകത്ത് നമ്മളൊരു കോംപ്രമൈസ് ഇല്ല. ഇത് നമ്മൾ തകർത്തെറിയാൻ പോവാണ്. ഇത് നമ്മുടെ നഫ്സിനുള്ളിൽ കയറിയിട്ടുള്ള ഒരു വൃത്തികെട്ട ക്യാൻസറാണ്. ഇതിനെതിരെയുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഗോണ ബി എ ജിഹാദ്. സോ ഹാവ് ദറ്റ് സ്പിരിറ്റ് ഇൻ യു. യു മൈറ്റ് ഫോൾ, യു മൈറ്റ് ഗെറ്റ് വൂണ്ടഡ്, യു മൈറ്റ് ഗെറ്റ് ഓൾ ദോസ് ഇഷ്യൂസ്, ബട്ട് നെവർ എവർ ബാക്ക് ഡൗൺ. ഓക്കെ, തിരിച്ചു പോരുത്. വീഴും, മുറിവേൽക്കും, ഒക്കെ പറ്റും, പക്ഷേ എഴുന്നേറ്റ് ഒന്ന് തിരിച്ചാണ്ട് കൊടുക്കണം. ഓക്കെ, ആ സ്പിരിറ്റിലെടുക്കണം. ഇനി ഈ സബ്ജക്റ്റിനെ പറ്റി ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരുപാട് റിസർച്ചും ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചാണ്. അത്രമാത്രം സബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത് സംസാരിക്കാൻ. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ എന്താവും, ഇത് റമദാനൊക്കെ കഴിഞ്ഞു, നമുക്കിത് റമദാനിൽ തന്നെ ഇറക്കണം. എന്തുകൊണ്ടാണ് റമദാനിൽ ഇറക്കുന്നത്? കാരണം നമ്മളെ പകൽ സമയം, നമ്മൾ നോമ്പുകാരായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഹറാമായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല നമ്മൾ ഒഴിവാക്കുന്നത്, ഹലാലായിട്ടുള്ള സാധനങ്ങളും കൂടിയാണ്. അതായത് ഇത്രയും നാൾ നമ്മൾ കൊതിച്ചിരുന്ന, നമ്മൾ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ ആസ്വദിച്ചിരുന്ന സാധനങ്ങൾ, നല്ല ഭക്ഷണം, നല്ല വെള്ളം, ഇതൊക്കെ നമ്മൾ പടച്ചവന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന സമയമാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഒരു ട്രെയിനിങ് പീരീഡാണ്. ചെകുത്താനെ ചങ്ങല കിട്ടിയിട്ടുള്ള സമയമാണ്. നമുക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയമാണ് റമദാൻ. നമ്മൾക്ക് തൗബ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഒരുപാട് തെറ്റുകൾ ഇതിനകത്ത് ചെയ്തു പോയിട്ടുണ്ടാവും. ഒരു കുന്നോളം, ഒരു മലയോളം വലിയ തെറ്റുകൾ അഴുകി അങ്ങനെ കിടക്കുന്ന ഒരു കൂനയായിട്ട് വിചാരിച്ചോ. അതിനെ മുഴുവൻ ഈ ഒരൊറ്റ മാസത്തിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയ പടച്ചൊരു സ്വർണ്ണ ഗനിയായിട്ട് മാറ്റും, അത്രയും പുണ്യങ്ങളായിട്ട് മാറ്റും. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഓൾറെഡി എന്താണ് റമദാനിലാണുള്ളത്. നമുക്ക് ഹലാലായിട്ടുള്ള, നമ്മുടെ തൊണ്ട ഇങ്ങനെ വരണ്ട് പൊട്ടുമ്പോൾ പോലും നമ്മളത് വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ ജ്യൂസും വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് തൊടൂലല്ലോ. അതിനുള്ള വില്ല് നമുക്കുണ്ടല്ലോ. പിന്നെയാണ് ഇത് നമ്മൾ പൊളിക്കടാ, ഇത് നമ്മൾ തകർക്കും. നമ്മൾ ചുമ്മാ ഇത് ഞാൻ വെറുതെ പറയണമല്ല. ഇതിപ്പോൾ ഇതിന് ഒരു ഫൈനൽ ട്രിഗർ എന്താ ഉണ്ടായെന്നറിയോ? ഇനി നമ്മൾ കഥയാണ് കേട്ടോ, ഈ ലൈനായിരിക്കും നമ്മൾ മൊത്തം പറയുക, ബട്ട് യു വിൽ ഹാവ് ഇറ്റ്. അപ്പോൾ ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അത് കേട്ടാലും മതി, യാതൊരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളിഷ്ടം. ഇതിന് ട്രിഗർ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെലഗ്രാമിൽ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നു. ഒരു പിന്നെ റീൽസിൽ എങ്ങനെ ഞാൻ കണ്ടതാണ്. ഈഗിൾ എന്ന് പറഞ്ഞൊരു പിന്നെ ഗെയിമറാണ് തോന്നുന്നത് എക്സ്പോസ് ചെയ്തത്. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുടെ, വീട്ടിലുള്ള അമ്മമാരുടെയും പെങ്ങന്മാരുടെയൊക്കെ പിക്ചേഴ്സ് എടുത്തിട്ട് അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് അതിൻ്റെ മേലിങ്ങനെ വൾഗാരിറ്റി പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുത്തേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവന്മാരുടെയൊക്കെ മനസ്സ് എന്തോരം കറപ്റ്റായി പോയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് അങ്ങനെ അത്രമാത്രം പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുക ഇത് കേൾക്കുന്നത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളെയല്ല ഞാൻ കുറ്റം പറയണം കേട്ടോ, നിങ്ങളെ ഞാൻ മോശമായിട്ട് പറയല്ല. നിങ്ങളെ മനസ്സിൽ കയറിയിട്ടുള്ള ഈ വിഷം, ഈ ക്യാൻസർ എത്രമാത്രം വൃത്തികെട്ട ഒന്നാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങളെ മോശമാക്കി ഞാൻ പറയുന്നതല്ല. ഇതൊരു അസുഖമാണ്, അത് തിരുത്തുക, അത് ട്രീറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് ക്യാൻ ബി, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, സോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇനി ഞാനിതെങ്ങനെ കോഴ്സായിട്ട് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ ഇൻഡസ്ട്രി എന്താണെന്ന് ഒന്ന് പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ എല്ലാവരും പറയുക ഇതെല്ലായിടത്തും ഉണ്ട്, ഇത് കുഴപ്പമില്ല, അത് നോർമലാണ്. ഡോക്ടേഴ്സ് ഇത് പറയും നോർമലാണ്. മറ്റേ ഈ മൈത്രേനെ പോലുള്ള കുറേ ഉണ്ട്, അവന്മാരും പറയും ഇത് നോർമലാണ്. എയ്ത്തിസ്റ്റുകൾ പറയും ഇത് നോർമലാണ്, വലിയ സംഭവമാണെന്ന് പറയുന്നവരൊക്കെ ഇത് നോർമലൈസ് ചെയ്യാണ്. ഇതൊരു വലിയ പാവാണ്ട്രാ. ഇതങ്ങനെ ചെറിയ സാധനമല്ല. ഇതിന് എന്തോരം കോൺസിക്വൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരം. ഇതിന് സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്, ഇതിന് ഫിസിക്കൽ കോൺസിക്വൻസ്. ഇത് കൺസ്യൂം ചെയ്യുന്ന നിങ്ങൾക്ക് ഫിസിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന് മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ലോങ് ടേം ഗോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനകത്ത് ആ ഡെവലപ്മെൻറ്റിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ സ്പിരിച്വൽ, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാൻസറിനെയാണ് ഇവന്മാരെന്താക്കുന്നത്, നോർമലൈസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാവരും കണ്ടോളി. ഈ പറയുന്ന സാധനത്തിനെ അടിച്ച്
പൊളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി എത്ര പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കണം, ഇൻഡസ്ട്രിയുടെ വലിപ്പം മനസ്സിലാക്കണം. അതൊരു ഭാഗം. പിന്നെ നമ്മുടെ ഫിസിക്കലായിട്ട് എന്തൊക്കെ കോൺസിക്വൻസസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇത് വെറുതെ കിട്ടുന്നതാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. നല്ല കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സാധനമാണിത്. മെൻ്റലി നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയണം, അതുപോലെ റിലേഷൻഷിപ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയണം, സോഷ്യലി എന്തൊക്കെ പ്രശ്നങ്ങൾ. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ കോഴ്സായിട്ട് തന്നെ മാറും ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും സമയം ഇത് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വരുമ്പോഴത്തേക്ക് റമദാൻ കഴിഞ്ഞു. അതിനെക്കൊണ്ട് മാത്രമല്ല സമയവും കിട്ടില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ റമദാനിൽ അത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഓടിച്ചു പോകാം, വളരെ പെട്ടെന്ന് ഓടിച്ചു പോകാം. ഇതാണ് ഇതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്ലൈഡ്സ്. ഇതിനകത്ത് കാണാം എത്രയധികം ആളുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളത്. അതിന് 3 സാധനങ്ങളാണ് ഇവന്മാർ ഉപയോഗിക്കുന്നത്. 3 A's എന്നാണ് പറയുക, 3A എൻജിൻ എന്നാണ് പറയുക. ഓണബിലിറ്റി, അനോണിമിറ്റി. അഫോർഡബിലിറ്റി പറഞ്ഞാൽ 10 പൈസ കൊടുക്കണ്ട, വെറുതെ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു വെറുതെ കിട്ടുന്നതൊന്നും വെറുതെ അല്ല. അതിനകത്ത് നിങ്ങൾ എന്തോ ഒരു പ്രൈസ് നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്നത് അഫോർഡബിലിറ്റി, അതുകൊണ്ട് ഇതെല്ലാം ഒരുപാട് പേരിലേക്ക് എത്തുന്നത് ഇത് ഇത്രയും അഫോർഡബിൾ ആയതുകൊണ്ടാണ്. 2 അനോണിമിറ്റി, നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്ന് വേറെ ഒരാളും അറിയുന്നില്ല. യു ആർ നോട്ട് ബെയറിങ് എനി കോൺസിക്വൻസസ് ഫോർ ഇറ്റ്. അത് 2ാമത്തെ കാര്യം. 3 ആക്സസിബിലിറ്റി, നിങ്ങൾക്കത് വിരൽത്തുമ്പിൽ കിട്ടാനാക്കി. അപ്പോൾ എന്തായി, ഇത്രയധികം. ഇപ്പോൾ പണ്ട് കാലത്ത് ഈ സാധനം ഇല്ലേ, ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒരു നാട്ടിലുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ടിട്ട് പോകണം, അതിന് പൈസ കൊടുക്കണം, അതിന് കുറേ കോൺസിക്വൻസസ് ഉണ്ട്. കോൺസിക്വൻസിൻ്റെ മോനെ എന്തൊക്കെ സാധനം ഉണ്ടെന്നറിയോ? STDs എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? വിവരം അറിയും. അതിന് നല്ല രസമുള്ളൊരു സാധനമുണ്ട്. ബഷീറിൻ്റെ ഒരു കഥയിൽ ഞാൻ വായിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. അത് ഞാൻ ഇതിനകത്തിടാം, വീഡിയോയിലിടാം, ടുവേർഡ്സ് ദ ലാസ്റ്റ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. പിന്നെ ഇപ്പം എന്താക്കി, ഇത് ഇത്രയും ആക്സസിബിൾ ആയതുകൊണ്ട് ഇതിനകത്ത് അത്രമാത്രം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഒരു ലോക ചക്രവർത്തി, വല്ല അലക്സാണ്ടർ ചക്രവർത്തിയോ ചെങ്കിസ് ഖാനോ ജീവിതകാലത്ത് മുഴുവൻ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 5ാം ക്ലാസ്സുകാരനോ ഒരു 6ാം ക്ലാസ്സുകാരനോ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത്രമാത്രം ഇത് അവൈലബിളായി. അപ്പോൾ ഇത് ഇത്ര ഭീകരമായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ 3 നമ്മൾ പൊളിക്കും. ഇതിൻ്റെ ആക്സസിബിലിറ്റി നമ്മൾ പൊളിക്കും, ഇതിൻ്റെ അനോണിമിറ്റി നമ്മൾ പൊളിക്കും, ഇതിൻ്റെ ഈ അഫോർഡബിലിറ്റി നമ്മൾ പൊളിക്കും. അത് നമുക്ക് പറയാം, ഇതിൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ നമ്മളത് പറയും. ഇനി ഇതിന് ഒരുപാട് ഹാമുണ്ട്. ഇപ്പം ഇവന്മാർ ഈ മറ്റേ മൈത്രേനൊക്കെ പറയുന്ന പോലെ ഇത് യാതൊരു പ്രശ്നമില്ലാത്ത സാധനം ഒരിക്കലും അല്ല മോനെ. ഇതിൻ്റെ ഏറ്റവും എപ്പിസെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊരിക്കലും ഇതിനകത്ത് എന്താ പറയുക വോളണ്ടറിലി വരുന്നതോ അവരൊരു വളരെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്യുന്നതോ ഒന്നുമല്ല. അവരിതിനകത്ത് ഒരുപാട് ട്രോമ, അതായത് ഇതിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ, അതായത് ഇതിനകത്ത് അഭിനയിക്കുന്ന, അതിനകത്ത് എക്സ്പ്ലോയിറ്റഡ് ആവുന്ന ആൾക്കാർക്ക് അവരുടെ ചെറുപ്പത്തിലുള്ള സെക്ഷൽ അബ്യൂസ് ഉണ്ടാവാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സൈക്കോളജിക്കൽ ട്രോമ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു വന്നിട്ട് ബ്രേക്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ്, വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഓൺ ടേപ്പ് ദേ ആർ ഗെറ്റിംഗ് റേപ്ഡ്. ഓക്കെ, ഇതിനകത്ത് ഒരു എത്തിക്സും ഇല്ല. അവരെ ഫോൾസ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ സൈൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അവർക്ക് വരുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളിത് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. കംപ്ലീറ്റ്ലി അൺഎത്തിക്കലായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ടവന്മാരെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വളരെ കോമൺ ആണ്. ഇവർക്ക് ഇതിനകത്ത് അഭിനയിക്കുന്നവർ വളരെ അപൂർവം പേരെ എന്താ പറയുക മുന്നോട്ട് ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ അവരൊരു ലൈഫിലൊരു സെക്കൻഡ് ചാൻസ് അവർക്ക് കിട്ടുള്ളൂ. They mostly commit suicide or they fall into depression, they fall into some diseases and they die, they perish. That's what's happening, and these people are the ones who are making the profit out of it. ഈ കോർപ്പറേഷൻസ് ആണ് ഇവരെ വെച്ചിട്ട് ഈ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ട്രാഫിക്കിംഗ് ഉണ്ട്. ഇപ്പം പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം ഓരോന്ന്. ഇത് ബ്രെയിൻ റിവാർഡ് സിസ്റ്റം, ഇതിനെപ്പറ്റി ഞാൻ പറയും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അതുപോലെ പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പല കോൺസിക്വൻസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ട്രാഫിക്കിംഗ്, ആ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്, ഫിസിക്കൽ ആയിട്ട് എന്തൊക്കെ ഹാം ഇത് ഉണ്ടാക്കും എന്നുള്ളത്, പിന്നെ റിലേഷൻഷിപ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എത്രമാത്രം ഡിവോഴ്സ് റേറ്റ്സ്, എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു അതൊക്കെ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഫിസിക്കൽ, മെൻ്റൽ, അങ്ങനെ പോവാം നമുക്ക്. പിന്നെ മെയിൻ സ്ട്രീം കൾച്ചറിലുള്ള സംഭവങ്ങൾ, ഈ സെക്ഷൽ അഗ്രഷൻ, അതായത് ഇത് കാണുന്നവർക്ക് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നാൽ അങ്ങനെ തന്നെ അങ്ങ് പോകാമല്ലേ.
ഫിസിക്കൽ എഫക്ട്സ് തന്നെ പറയാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഒരു ഡ്രഗ് പോൺ അഡിക്റ്റിൻ്റെ ബ്രെയിൻ. ഏതാണ്ട് സിമിലർ ആയിട്ടാണ് അതിൻ്റെ സംഗതികൾ. അതായത് നമ്മുടെ ബ്രെയിനിൽ ഓരോ റിവാർഡ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇപ്പം ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം എന്തോ ഒരു ഭയങ്കര സന്തോഷം നമുക്ക് തരാനുണ്ട്. അതുകൊണ്ട് ആ ആക്ടിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുന്നൊരു സാധനം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സന്തോഷം വേണം. ആ സാധനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന സാധനമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പണ്ട് കാലത്ത് ഇത് കുറച്ച് ലോങ് ആവൂടാ, ഇത് ഒരു വലിയ കോഴ്സാണിത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ ഇതിനകത്ത് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞു വരുന്നത് ഇതാണ്, ഇതിൻ്റെ വലിപ്പം എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഡോപ്പമിൻ ഹൈജാക്ക് ചെയ്തിട്ട് ഇവന്മാർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരുന്നത്. അതായത് പ്രകൃതിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയല്ല, പ്രത്യേകിച്ചും ഹ്യൂമൻസിന്. കാരണം നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ഓടുന്നവരോ ഏറ്റവും കരുത്തുള്ളവരോ ഒന്നുമല്ല. നമുക്ക് അങ്ങനത്തെ യാതൊരു കഴിവുമില്ല. നമുക്ക് ആ ബുദ്ധി കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നതാണ്. അപ്പോൾ എവല്യൂഷണറി ആയിട്ടുള്ള ഇതിൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഒരു ഗസ്റ്റേഷണൽ പീരീഡ്, ഒരു കുഞ്ഞിൻ്റെ ഗസ്റ്റേഷണൽ പീരീഡ് ഇപ്പോൾ നമ്മുടെ കേസിൽ 10 മാസം. ഈ ജനിച്ച് വീഴുന്ന കുഞ്ഞിന് ഒന്നും പറ്റില്ല, അതിന് നടക്കാൻ പറ്റില്ല, അതിന് തിന്നാൻ പറ്റില്ല, അതിന് ഒരു പരിപാടി അതിനെ കൊണ്ടൊന്നും ആവില്ല. അപ്പോൾ അത് അബാൻഡൻഡ് ആയാൽ, അതിന് അമ്മ അല്ലെങ്കിൽ അച്ഛൻ അതിനെ ടേക്ക് കെയർ ചെയ്യാനില്ല എങ്കിൽ അത് മരിക്കും, അല്ലേ? മറ്റുള്ള മൃഗങ്ങളെ പോലെ അല്ല ഇത്. മറ്റുള്ള മൃഗങ്ങൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും ഒരു 6 മാസം കൊണ്ട്. നമ്മുടെ അതിനകത്ത് 10-24 കൊല്ലമൊക്കെയാണ് ഇപ്പോഴത്തെ ഗസ്റ്റേഷണൽ പീരീഡ്. അതുവരെ ഉപ്പയും നോക്കണം, എന്നാലേ ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. പോട്ടെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. അപ്പോൾ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ അമ്മ ടേക്ക് കെയർ ചെയ്യാമെന്ന് വിചാരിക്കാം. അന്നത്തെ ഈ പണ്ട് അത്ര സേഫ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ അമ്മ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ പോയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരണം, അല്ലേ? ഫുഡ് കൊണ്ടുവരണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുവരണം, പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ആണ് ഇതിനകത്തേക്ക് ടെംപ്റ്റഡ് ആയിട്ട് ഇത്രയും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് ആണ് നിൽക്കണം. പെണ്ണ് അവരുടെ ശരീരവും അവരുടെ ആരോഗ്യവും എല്ലാം കൊടുത്തിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും പ്രോസസ്സിനകത്തേക്ക് ഇത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയും ഹൈ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ ഈ സംഭവത്തിനകത്ത് വരണം. അതുകൊണ്ടാണ് ഈ അട്രാക്ഷൻ, ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ അട്രാക്ഷന്, ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ സംഭവത്തിനെയാണ് ഇവർ ഹൈജാക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ, ഒരാണിന് ഒരു ഇണയെ കിട്ടുക എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒന്ന്, അവൻ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. ബ്രോഡ് ഷോൾഡേഴ്സും ഫിസിക്കലായിട്ട് അവൻ ഒരാണാണ് എന്ന് തെളിയിക്കുന്ന കുറേ സാധനങ്ങൾ വേണം. അതായത് ഒരു മാച്ചോ മാൻ സാധനം അങ്ങനെ തന്നെ വിചാരിച്ചോ. ഫിസിക്കലി അട്രാക്റ്റീവ് ആയിരിക്കണം. അതിനവന് നല്ലൊരു ബോഡി വേണം, നല്ലൊരു സൗണ്ട് വേണം. ഹീ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ഹീ ഷുഡ് ബി കൈൻഡ് ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് അതർ പീപ്പിൾ. ഹീ ഷുഡ് ഹാവ് ഗുഡ് സോഷ്യൽ സ്കിൽസ്. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാനും അവരിങ്ങനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാനും നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും സംഗതികൾ ഇവൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? ഇവൻ്റെ ഉള്ളിൽ ഈ ഏർജ് ഉണ്ട്, അവനൊരു ഇണയെ കിട്ടണം എന്നുള്ള ഏർജ് ഉണ്ട്. അപ്പോൾ ഇവനിത് ഡെവലപ്പ് ചെയ്യും. ആ പെണ്ണ് എന്താണ് അട്രാക്റ്റീവായിട്ട് ഫൈൻഡ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്യുക. അപ്പം ഒരു കരിയർ ആയിരിക്കാം, ഒരു ബിസിനസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ബി, അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കും. എന്നാൽ ഇതേ ഡോപ്പമിൻ നിനക്കിവിടെ ഫ്രീ ആയിട്ട് ഇപ്പുറത്ത് കിട്ടുകയാണ്. ഇവൻ ഈ ഡോപ്പമിനോടെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇവൻ വേറെ എന്തെങ്കിലും നിൽക്കുമോ? ഓന് പറ്റൂല, ഓനിതൊന്നും ചെയ്യൂല, ഓൻ അതിനകത്ത് തന്നെ ഇരിക്കും. എന്നിട്ട് എന്താവും? ഇവന് റിലേഷൻഷിപ്സ് ഉണ്ടാവില്ല, ഇവന് സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല. ഇവൻ അൾട്ടിമേറ്റ് ഗിൽട്ടിലും ഇതിലാണ് അവൻ നശിച്ച് പണ്ടാറങ്ങാൻ പോകുന്നത്. അതായത് അവന് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമായിരിക്കും. അത് സ്പിരിച്വൽ സാധനങ്ങൾ പറയുമ്പോൾ ഞാൻ കൂടുതൽ ഡെപ്തിൽ പറയാം. ഇപ്പോൾ ഡോപ്പമിനിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇനി ഈ ഡോപ്പമിൻ വർക്ക് ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. ബ്രെയിനിൽ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, അതന്നെ. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബ്രെയിനിൽ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് ഫ്ലഡ് ചെയ്യുന്നൊരു സാധനമാണിത്. അതായത് ഭീകരമായിട്ടുള്ള ഹൈ എമൗണ്ട് ഓഫ് ഡോപ്പമിനാണ്. ഇപ്പോൾ അതായത് ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അത്രമാത്രം ഡോപ്പമിനാണ് നമ്മൾ ഈ പോൺ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെയിനിലെ ബ്രെയിൻ ഓവർവെൽംഡ് ആവും, ഇത്രയധികം ഡോപ്പമിൻ അടിക്കുന്നൊരു സാധനം. അപ്പോൾ എന്താവും? ഇത് കൂടുതൽ റിസപ്റ്റേഴ്സ് ഇതിനോട് ഡീസെൻസിറ്റൈസ്ഡ് ആവും. അതായത് ഇത്രയധികം ഡോപ്പമിൻ ആകുമ്പോൾ നമുക്ക് ടോളറൻസ് ലെവൽ കൂടും. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു കാപ്പി കുടിക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് കാപ്പി കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്താ സംഭവിക്കും? പിന്നെ ആ ഒറ്റ കാപ്പിയിൽ അയാൾക്ക് ഹൈ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഉന്മേഷം കിട്ടില്ല. അതെന്താണ്? കഫീനും അഡനോസിനും ഒരു സംഭവമാണത്, അതിൻ്റെ റിസപ്റ്റേഴ്സാണ്. അതേപോലെ പിന്നെ നമ്മൾ എന്താക്കണം? 2 കാപ്പി 3 കാപ്പി ഇങ്ങനെ
കുടിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ എന്താവുള്ളൂ, അയാൾക്ക് ആ ഹൈ കിട്ടുള്ളൂ, ആ സന്തോഷം കിട്ടുള്ളൂ. അപ്പോൾ എന്താവും, അതേപോലെ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡോപ്പമിൻ കിട്ടുന്ന സാധനം വേണം. അത് ഒരുപക്ഷെ ഒരേ ടൈപ്പ് കണ്ടൻ്റ് ആവാം, അതിൻ്റെ തന്നെ വാരിയേഷൻസ് ആവാം. ഈ വാരിയേഷൻസ് ഇപ്പോൾ ഉദാഹരണം, അതായത് കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ തവണ കാണുക, അങ്ങനെയുള്ള പല രീതിയിലും ഈ ഡോപ്പമിൻ ക്രേവിങ്ങിനെ എന്താക്കേണ്ടി വരും, നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇപ്പോൾ ഈ അടുത്ത് എപ്സ്റ്റീൻ ഫയൽസിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇവന്മാരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഈ ലോകത്ത് എല്ലാവിധ സന്തോഷങ്ങളും അവന്മാർക്ക് കിട്ടും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് എന്തായി, സന്തോഷങ്ങളൊന്നും ഇവർക്ക് സന്തോഷിപ്പിക്കാതെ, ഈ സന്തോഷം കിട്ടുന്ന സാധനങ്ങളിലല്ല, ഇപ്പോൾ ഒരു യാച്ച് വാങ്ങുക, ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സൂപ്പർ കാർ ഓടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും അവർക്ക് ബോറടിച്ചു. ഓരോ സ്ഥിരം സാധനമാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് കുറേ കൂടെ എക്സ്ട്രീമായിട്ട് വേണം, ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭീകരമായിട്ടുള്ള സാധനങ്ങളിലേക്ക് ഇവർ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അടുത്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം കാണുമ്പം സാധാരണ മനുഷ്യന്മാർക്ക് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും, അല്ലേ? നമുക്ക് ഒരു ഗിൽട്ട് ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും. എന്നാലും ഒന്നത് ആദ്യം നമുക്ക് അങ്ങനെ തോന്നും. കുറച്ചാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ തുടങ്ങും. അതായത് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല, നമുക്ക് ലോങ് ടേം ഗോൾസിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ഈ ഡോപ്പമിൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ അല്ലേ. അപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ടൊരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് അത് പ്ലാൻ ചെയ്ത് അത് വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും പിന്നെ ബ്രെയിനിന് പറ്റൂല. ഇതിനെയാണ് ജുവനൈൽ സ്റ്റേറ്റ് എന്ന് പറയുക. അതായത് നമ്മുടെ ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനുള്ള ഒരു പരിപാടിയാണത്. ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോൾ, മൊറാലിറ്റി, പ്ലാനിങ്, ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ്. പക്ഷേ ഇത്രയും ഹൈ കൺസംഷൻ ഓഫ് ഈ ഡോപ്പമിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ജഡ്ജ്മെൻറ്റിനെയും സെൽഫ് കൺട്രോളും ഇല്ലാതെയാക്കും. അപ്പോൾ എന്താവും, ഇവന്മാർക്കിത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഇപ്പം ഒരു ലോങ് ടേം ഗോളിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസസ് വേണ്ടി വരും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ടെംപ്റ്റേഷൻസിലൊക്കെ നമ്മൾ പിടിച്ച് വെക്കുക, അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷെ അതൊന്നും പറ്റൂല, അതൊക്കെ ചെയ്തു പോവും. അതേപോലെ തന്നെ ഇപ്പം ഈ പെർവേഷൻസ്, ഇപ്പം ഈ എപ്സ്റ്റീനിലൊക്കെ ഉള്ള പോലത്തെ പെർവേഷൻസ് നടക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അവർക്കറിയാം, ഒരുപക്ഷെ അറിയുമായിരിക്കും ഇത് തെറ്റാണെന്ന്, പക്ഷേ ഈ ഹൈ ഡോപ്പമിൻ സംഭവം ഉള്ളതുകൊണ്ട് ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരത് ചെയ്തു പോകും. ഇത് തന്നെയാണ് പലപ്പോഴും എനിക്ക് അതിൻ്റെയൊക്കെ സ്റ്റഡീസ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ഞാൻ കാണിക്കാം. അതിനകത്തൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ടല്ലോ, അവന്മാർ ഇങ്ങനത്തെ കൺസംഷൻ കൂടുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ കൺസംഷൻ അവൈലബിലിറ്റി കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനുള്ള സാധ്യതകൾ കൂടുകയാണ്. കാരണം അവർക്ക് വിത്ത്ഹോൾഡ് ചെയ്യാൻ അറിയില്ല, അവരെ തന്നെ കൺട്രോൾ ചെയ്യാനാണ്, അവരുടെ ശരീരത്തിനെയാണ് അവർ ഇതാക്കുന്നത്. അപ്പോൾ ശരീരത്തിനെയാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവർ അനുസരിക്കുന്നത്. ശരീരത്തിൻ്റെ അടിമകളാണ് അവർ. അപ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ശരീരത്തിൻ്റെ ക്രേവിനനുസരിച്ച് അവർ ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇത് പലരും ഈ ഡോക്ടേഴ്സും ഇവന്മാരും ഒക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയാം, യൂണിവേഴ്സിറ്റി ഓഫ് ലെവൽ കാനഡയിലാണ് ഉള്ളൊരു പ്രൊഫസറിൻ്റെ കോട്ടാണ്, റീച്ചൽ അനൈബെയർ എന്ന് പറഞ്ഞിട്ടുള്ള. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, it is somewhat paradoxical that adult entertainment may revert our brain wiring to more juvenile state. The much greater irony is that while porn promises to satisfy and provide sexual gratification, it delivers the opposite. അതായത് ഒരു സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ, ഒരു എന്താ പറയുക, സംതൃപ്തി ഇത് തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഈ മൈത്രേനെ പോലുള്ളവന്മാരൊക്കെ ഇത് പറയുന്നത്. ഇത് യൂസ് ചെയ്തോ, കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഓഫറിങ് ദ ഓപ്പോസിറ്റ്. ഒരിക്കലും എന്താ പറയുക, ഒരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. അത്ര ഹൈ ഡോപ്പമിൻ ആയതുകൊണ്ട് ഇത് കൂടുതൽ പുതിയ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇത് നമ്മളെ വേൾഡിലി, അതായത് ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളുടെ അവസ്ഥ തന്നെയാണ്. അതിനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബ്ലാക്ക് ഹോൾ പോലെ നമ്മുടെ ഹൃദയം മാറും. അതിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ കൊണ്ടിട്ടാലും അതിനൊന്നും ഒരിക്കലും തൃപ്തി കിട്ടില്ല. അതുകൊണ്ടാണ് പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പടച്ചോനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ നിങ്ങളെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന്. അത് സത്യമാണ്, 100% സത്യമാണത്. അനുഭവം നമുക്ക് മനസ്സിലാവും കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുന്നൊരു ഇതുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോഗ്നിറ്റീവ് പെർഫോമൻസിൽ വലിയ രീതിയിൽ താഴേക്ക് പോകും. കാരണം എന്താ,
ഈ പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു സാധനത്തിൽ നമുക്ക് ലോങ് ടേം പിടിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഡോപ്പമിൻ കിട്ടണം, പെട്ടെന്ന് കിട്ടണം. ആ രീതി ആകുമ്പോൾ നമുക്ക് എന്താവില്ല, പിന്നെ ഒരു 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 കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയാതെ വരും. അത് അടുത്ത കാര്യം. അതുപോലെ തന്നെ ഇനി അടുത്ത സംഭവങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കലി തീർന്നില്ല കേട്ടോ, ഫിസിക്കലി വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ഡോപ്പമിൻ റിലേറ്റഡ് ആണ്. ഇനിയുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസി വരും. ഇതിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻസി വരും. അതായത് ഒരു സാധാരണ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറിന് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസി, പ്രീമച്വർ എജക്കുലേഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. കാരണം ഇത് തന്നെയാണ് ഈ സംഭവം, ബ്രെയിൻ പരിപാടി, ഡോപ്പമിൻ തന്നെയാണ് സംഭവം. അപ്പോൾ അവർക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ലേ. നമ്മൾ വലിയ ജാക്കി ചാൻ്റെയും മറ്റേ ബ്രൂസ്ലിൻ്റെയൊക്കെ ആക്ഷൻ കണ്ടിട്ട് നമുക്കിവിടെ മറ്റേ സുരേഷ് ഗോപിയും മറ്റേ ഇവന്മാരൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ വല്ലതും തോന്നുമോ? അതുപോലെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മൈൻഡിലുള്ളത്. ആ ലെവലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരിക്കലും ഇവിടെ നടക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ അത് എക്സൈറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഇനി മെൻ്റൽ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ ഞാനത് അങ്ങനെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടല്ല. അപ്പോൾ ചിലപ്പം എന്തെങ്കിലും പോയിന്റ് മിസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അടുത്ത സംഭവം എന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്തൊക്കെ സാധനങ്ങൾ വരും? ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, ലോവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. കാരണം നിങ്ങൾ യുവർ റിഗറസ്ലി കൺസ്യൂമിങ് ദിസ് മാൻ, ഇറ്റ്സ് ഗോണ ഈറ്റ് ഓൺ യുവർ സോൾ. സോ ഇതിപ്പം പഠനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സംഭവങ്ങളിൽ പഠനങ്ങൾ നടത്താൻ പറ്റില്ല. അവർക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള സാധനങ്ങളും റിപ്പീറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് സയൻസിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർവേസിനകത്ത് ഡിപ്രഷൻ കൂടുന്നുണ്ട് എന്ന് കാണാൻ പറ്റും, ആങ്സൈറ്റി കൂടുന്നുണ്ട് എന്ന് കാണാൻ പറ്റും, ലോവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അതുപോലെ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് പുവർ മെൻ്റൽ ഹെൽത്ത്. ഇത് ഒക്കെ ഇതുമായിട്ട് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഇത് നോർമലൈസ് ചെയ്യും. കണ്ടോ, കുഴപ്പമില്ല എന്ന് പറയും. ഇതിനെതിരെ ഒരു തരത്തിലുള്ള പൈസ ഉണ്ട്, ഇഷ്ടം പോലെ പൈസ, ബില്യൺസ് ആണ് പറയാം, ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവന്മാരൊന്നും ഒരുത്തിനൊന്നും തോടില്ല. ഇതിൻ്റെ ബാക്കിലാരാന്ന് വിചാരം? ഇസ്രായേൽ ബാക്ക്ഡ് ടീമാണത്. ഒരു ഇസ്രായേലിയാണ്, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് അനാവശ്യമായ ഇൻഫർമേഷൻ തരാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പാടുള്ള പരിപാടി. അതായത് ഈ സംഗതികൾ നമ്മൾ പറയുമ്പോഴേ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു റെഫറൻസോ സൈറ്റുകളോ ഒന്നും വരാതിരിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള എല്ലാ പോൺ സൈറ്റ്സും ഓൺ ചെയ്യുന്നത് ഒരൊറ്റ പാരൻറ്റ് കമ്പനിയാണ്. അവന്മാരാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്നത്. അതിനകത്ത് ഈ പിന്നെ എന്താ പറയുക, ഇവരെ ഫോൾസ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സിൽ പെടുത്തുക, പിന്നെ അവരുടെ പ്രൈവറ്റ് വീഡിയോസ് ലീക്ക് ചെയ്യുക, അങ്ങനെ പല വൃത്തികേടുകളും ചെയ്യുന്നത് മുഴുവൻ ഇവന്മാരാണ്. ഇത് ഭയങ്കര പൈസയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് മാത്രമല്ല ഇതിന് വേറെ ചില അജണ്ടകളും ഉണ്ട്. പ്യോർലി പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, ഇറ്റ്സ് എ ലോങ് ടേം സാധനം. ഈ ഒരു മന്ദബുദ്ധി ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നീഡാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ. അപ്പം അത് നിങ്ങൾക്കിപ്പം മറ്റേ യുവൻ ഹരാരിയുടെ പിന്നെ ഹോമോ ഡിയസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ടോപ്പിക്കിലേക്ക് കയറിപ്പോകും, എന്നാലും പോട്ടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ടോപ്പിക്കുമായിട്ട് അത്ര നിങ്ങൾക്ക് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് റിലേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഹോമോ ഡിയസ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് പറയുന്നത് 500 വർഷം ജീവിക്കുന്ന മനുഷ്യരുണ്ടാകുമെന്നാണ്. അതായത് അവർക്ക് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പിന്നെ ഈ ശരീരം ഇങ്ങനെ എന്താ പറയുക റിജുവിനേറ്റ് ചെയ്യാത്തതാണ് പ്രശ്നം. മനസ്സിലായോ? നമ്മുടെ സെല്ലുകൾ ഇങ്ങനെ ചത്തുപോകുന്നതാണ് പ്രശ്നം. ആ സെല്ലിനെ ഇങ്ങനെ റിപ്ലേനിഷ് ചെയ്യാൻ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ആയുസുകൾ ദീർഘിപ്പിക്കാൻ കഴിയും. പക്ഷേ അത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആക്സസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 500, അതായത് അവരൊരിക്കലും നാച്ചുറലി മരിക്കാതിരിക്കാനുള്ള സെറ്റപ്പുകളാണ് അവർ ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് റിസർച്ചുകൾ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് അതിന്, ആ ടോപ്പിക്കിൽ തന്നെ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 500 വർഷത്തോളമൊക്കെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടാവും ഭൂമിയിൽ. പക്ഷേ എന്താണ് വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഇവർക്കുള്ള ഏറ്റവും വലിയ ത്രെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊല്ലപ്പെടാം. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ഒരു കലാപത്തിൽ കൊല്ലപ്പെടാം. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ക്ലാസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ അത്രയും വലിയൊരു ക്ലാസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ റിവോൾട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആണുങ്ങൾ. അപ്പോൾ ഈ ആണുങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്. ഇതിന് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ബിൽഗേറ്റ്സ് കുറേ ഉണ്ട് കഥ, അതൊക്കെ പറഞ്ഞു പോയാൽ അങ്ങനെ അങ്ങ് പോയിപ്പോവും നമ്മൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പ്യുവർ ഒരു എന്താ പറയുക ഇവരുടെ നീഡാണ്. ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ഓഫ് എ ജനറേഷൻ, ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത, ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത, ഒന്നിനും പറ്റാത്ത പൊട്ടന്മാരുണ്ടാവണം എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. അപ്പോൾ ഈ നമ്മുടെ സ്പേം ക്വാളിറ്റി കുറയുക,
അപ്പോൾ തന്നെ പിന്നെ ജീനുള്ള ഇത് പിന്നെ മെയിൽ ഇതുള്ള ക്രോമസോംസ് ഉള്ള ഇതിൻ്റെ ക്വാണ്ടിറ്റി വല്ലാതെ കുറയുന്നുണ്ട് പഠനങ്ങളുണ്ട്. ഇപ്പം XY എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൺകുട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. അപ്പോൾ ഈ എക്സ് ആണോ വൈ ആണോ എന്ന് തീരുമാനിക്കുന്നത് സ്പേമാണ്. കാരണം ഓവം എപ്പോഴും XX ആണ്. അപ്പോൾ അതിനകത്ത് ഫ്യൂസ് ചെയ്യുമ്പോൾ XY ഉണ്ടായാൽ മാത്രമേ ആണുണ്ടാവുള്ളൂ. അപ്പോൾ ആ Y ക്രോമസോമിൻ്റെ ഇത് തന്നെ വല്ലാതെ കുറയുന്നുണ്ട്. അതൊക്കെ പഠനങ്ങളാണ്. അപ്പോൾ ഈ ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാകുന്നൊരു കാലം അങ്ങനെയൊക്കെ ഉണ്ടാവാം, വോട്ടെവർ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു എങ്ങനെ പോകും, അത് പോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പിന്നെ എന്താ ഡീഹ്യൂമനൈസേഷൻ, ഒരു മാനവികത എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ, ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ പ്രശ്നങ്ങൾ കാണുന്നതിന് മുഴുവൻ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പിന്നെ ഈഗിൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അല്ല ഒരു ചങ്ങാതി എക്സ്പോസ് ചെയ്തൊരു സംഭവം, സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ വരെ ഇങ്ങനെ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോവാണ്. അവർക്ക് മനുഷ്യരായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് പെങ്ങളായിട്ടൊന്നും കാണുന്നില്ല, അവരെ ശരീരങ്ങളായിട്ടാണ് ഇവർ കാണുന്നത്. ഇതാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് പോവും. കാണുന്നതിലൊക്കെ ഇതേ കാണുള്ളൂ. ആ ലെവലിലേക്ക് ഇവരുടെ മനസ്സ്, ഇവരുടെ ബ്രെയിൻ, ഇവരെ ഹൃദയം അങ്ങ് അത്രത്തോളം കറപ്റ്റ് ആവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇനി ഇത് ഒരു സാധാരണ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതിനേക്കാൾ 250 ടൈംസ് ആണെന്നതാണ്, അങ്ങനെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ഉറപ്പില്ല. 2.5x അല്ലെങ്കിൽ 250 ടൈംസ് ആണ്, 250% എക്സ്ട്രാ ആണ് ഈ ഡോപ്പമിൻ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സോ ദേ ആർ ഹൈലി അഡിക്റ്റീവ് ലൂപ്പിൽ അവർ പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ സെക്ഷൽ അസോൾട്ട്, ഫിസിക്കൽ ഫോഴ്സ്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവന്മാർ ഈ ഇൻഡസ്ട്രി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഫിസിക്കൽ ഹാം പറഞ്ഞു, മെൻ്റൽ ഹാം പറഞ്ഞു, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അതായത് റിലേഷൻഷിപ്പ് ഹാം ഞാൻ പറഞ്ഞു. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇതിൻ്റെ എല്ലാ കീ പോയിൻറ്റ്സും വെച്ചിട്ട് നമുക്ക് കോഴ്സ് ചെയ്യേണ്ടി വരും. അത് അത്രയും വലിയ സാധനമായി പോകും, ഒരുപാട് കണ്ടനായി പോകും. ഞാനിപ്പോൾ അതിൻ്റെ PPTയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നിങ്ങളോട് പലതും പറയുന്നത്. അതുപോലെ ഡിവോഴ്സ് റേറ്റ്സ് വളരെയധികം കൂടുന്നു, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. പിന്നെ വാട്ട് ഈസ് ദ ബിഗ്ഗർ പ്രോബ്ലം, ലൈക്ക് അനദർ പ്രോബ്ലം ഈസ്, ഇപ്പം നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ, റിലേഷൻഷിപ്പ് പറഞ്ഞു, സോഷ്യൽ ഹാം പറഞ്ഞു, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഇനി ഫൈനലി ലെറ്റ്സ് ഗോ ടു ദ സ്പിരിച്വൽ ഹാം ഓഫ് ദിസ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, യുവർ ഹാർട്ട്. അപ്പം പിന്നെ നമ്മൾ ഇസ്ലാമിൽ പഠിക്കുന്നതാണ്, നമ്മുടെ ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവൻ നന്നായി, നമ്മുടെ ലൈഫിൽ വിജയിച്ചു. അത് നശിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അത് നമ്മുടെ ഹൃദയമാണത്. അപ്പോൾ ഇത് ഓരോ തവണ നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേലൊരു ബ്ലാക്ക് മാർക്ക് വരികയാണ്. ആദ്യം നിങ്ങൾക്ക് ഭയങ്കര ഗിൽറ്റായിരിക്കും. പിന്നെയും കണ്ടു കഴിഞ്ഞാൽ എന്താവും? ആ ഹൃദയത്തെ പടച്ചവനങ്ങ് അടച്ചു കളയും. പിന്നെ നമുക്ക് ആ ഗിൽറ്റ് തോന്നൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും, ഒരു പാറക്കല്ല് പോലെ ആയി പോകും. പക്ഷേ ഇപ്പം അങ്ങനെ ആണെന്നോ അതൊന്നും വിഷയമല്ല. ഇപ്പം അങ്ങനെ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ അതൊക്കെ ശരിയാവും. നമ്മൾ ഇങ്ങനെ കരിമ്പാറയായിട്ട് കരുതുന്ന സാധനങ്ങളുടെ ഉള്ളിൽ നിന്നാണ് പടച്ചോൻ പിന്നെ ഉറവയെ പൊട്ടിച്ചിറക്കുന്നത്. പറ്റൂടാ, അതൊക്കെ പറ്റും. ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അഴുകി ഇങ്ങനെ ചീഞ്ഞ വൃത്തികെട്ട ഈ സാധനം നമ്മൾ കണ്ട് നമ്മളൊരു വലിയ പാപത്തിൻ്റെ ഒരു വലിയൊരു മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചീഞ്ഞ അഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന അളിഞ്ഞ ഒരു വൃത്തികെട്ട ഒരു വലിയ മല അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് മടങ്ങിയാണ്ടല്ലോ, പടച്ചവനതൊരു സ്വർണത്തിൻ്റെ മലയാക്കി മാറ്റും. അത്രമാത്രം വലിയൊരു പുണ്യമാക്കി അതിനെ മാറ്റും. അതുകൊണ്ട് നമുക്കിത് പറ്റുകയും ചെയ്യും, നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കോറിലേക്ക് വരികയാണേ. അതിനായിട്ട് സ്പിരിച്വൽ പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മുടെ ഹൃദയത്തെ അത് കഠിനമാക്കുന്നു, നമ്മളെ പടച്ചോനിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ടാണ് ഇതെന്താവുന്നത്, ഇതൊരു വൻ പാപമായിട്ട് പറയുന്നത്. ഇത് പണ്ട് കാലത്തില്ല. അപ്പോൾ അന്നത്തെ ഉലമാക്കളും അല്ലെങ്കിൽ അവർ അതിനെ എക്സ്പ്ലിസിറ്റ്ലി സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ്. അവർ സംസാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ടോപ്പിക്. ബട്ട് ഓൺ എ ലാർജർ സ്കെയിൽ ഇത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയാനില്ല. ഇത് പറഞ്ഞു തന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിന് നമ്മളെ ശരീരത്തിന് നമുക്ക് ഹാം ചെയ്യാൻ പാടില്ല.
ഇത് ഹാം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. സൊസൈറ്റിയിൽ ഹാം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളെ മെൻറ്റാലിറ്റീനെ ഹാം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളെ പടച്ചവനിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ഉണ്ട്. നമുക്കൊരു വലിയ കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മളെ ഹൃദയത്തെ കഠിനമാക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് പടച്ചവനോടുള്ള കണക്ഷൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഹദീസിൽ പറയുന്നത് കണ്ണിൻ്റെ സിന ഉണ്ട്, കാതിൻ്റെ സിന ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ ആ സിന എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? Zina, the zina of the eyes is looking at what is forbidden. The zina of ears is listening to what is forbidden. Zina of tongue is speaking what is forbidden. The zina of hands is touching what is forbidden. The zina of feet is walking towards what is forbidden. And the heart yearns and desires, and the private part confirms that or denies it. സഹീ മുസ്ലിമിലെ ഹദീസാണ്. അതായത് ഹൃദയം അതിനെ ഇങ്ങനെ സിന അല്ലെങ്കിൽ ഈ തെറ്റായ സാധനത്തിനെ നമ്മളിങ്ങനെ കൊതിക്കുന്നുണ്ടാവാം. അതിലേക്ക് നടക്കുന്നത്, അത് കാണുന്നത്, അത് കേൾക്കുന്നത്, ഇതൊക്കെ ഓരോരോ അവയവങ്ങളുടെ സിനയാണ്, അവയവങ്ങളുടെ വ്യഭിചാരമാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് അത് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിനൈ ചെയ്യാം, അതിലേക്ക് പോവാം എന്നാണ്. അപ്പോൾ ഈ സാധനം ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം സൂറ അൽ ഇസ്ര 17:32. ഇതിനകത്ത് നമ്മളോട് പറയുന്നത് സിന ചെയ്യരുത് എന്നല്ല, വ്യഭിചരിക്കരുത് എന്നല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. ഡോണ്ട് ഈവൻ ഗോ നിയർ സിന. ഇതാണ് പ്രൈമറി സാധനം, പോയിന്റ് നമ്പർ 1. അപ്പോൾ ഇത് വെറുതെ പോയിന്റ് 1, 2, 3 മാത്രമല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇത് ആദ്യത്തെ പോയിന്റ് ആട്ടോ, അതിൻ്റെ അടുത്തേക്ക് പോരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എവിടെ നിന്നാണോ നിങ്ങൾ അടുത്തേക്ക് വരുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ഫോണിലാണ് ഇത് കാണുന്നതെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്? ഇപ്പം നിങ്ങൾ ബാത്റൂമിലാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിലാണ് കാണുന്നത്. ബാത്റൂമിൽ പോകുമ്പോഴും ബെഡ്റൂമിൽ പോകുമ്പോഴും ഫോണ് കൊണ്ടുപോകരുത്. ഓക്കെ, കൊണ്ടുപോയി തോണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ട്രിഗർ അടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ എൻവയോൺമെൻറ്റ് തന്നെ ഒരു ക്യൂ ആണ്, ഒരു ട്രിഗറാണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ പഴയ ലൂപ്പിലേക്ക് പോയി ചാടും. കാരണം എന്താ? ഒന്ന് നിങ്ങൾക്ക് ജുവനൈൽ സ്റ്റേറ്റ് ആണ്, നിങ്ങളെ ബ്രെയിനിന് എന്താകാൻ പറ്റുന്നില്ല, ഒരു തെറ്റാണെന്ന് അറിയുന്ന സാധനത്തിനെ തടയാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ തൽക്കാലം ഇല്ല, അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് ചാടും. ഇത്രയും വലിയൊരു ഡോപ്പമിൻ സൈക്കിൾ, ഒരു ന്യൂറൽ ബയോളജിക്കൽ പാത്വേ അവിടെ ഉണ്ട്, അതിലേക്കും വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താവും? വീണ്ടും അതേ ലൂപ്പിലേക്ക് ചാടും. അതിനെക്കൊണ്ട് എന്താക്കരുത്? ഫോൺ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്, അതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയുണ്ട്, ഒന്ന് റെഡ് സ്ട്രീറ്റ് വഴി ഉള്ളൊരു വഴിയുണ്ടെന്ന് വിചാരിക്കുക, അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, 2 വഴി. നിങ്ങൾ റെഡ് സ്ട്രീറ്റ് വഴിയുള്ള വഴി കൂടെ പോവാണ്. അവിടെ ഒരു പെണ്ണിങ്ങനെ ഭയങ്കര ഇതായിട്ട് വൾഗറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടെംപ്റ്റ് ചെയ്യുക, നിങ്ങളെ സെഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൻ്റെ ആക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ, കാരണം എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. നേരെ മറിച്ച് മര്യാദയ്ക്ക് നടക്കുന്ന ഒരു വഴിയിൽ ഒരു പെണ്ണ് നിങ്ങളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. അതിനകത്ത് നിങ്ങൾ സെഡ്യൂസ്ഡ് ആയാലും നിങ്ങൾക്ക് അതിനകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. മനസ്സിലായോ? ഫോൺ നിങ്ങൾ ഉപയോഗിച്ചോ, അല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇഷ്ടംപോലെ ട്രിഗറുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കിത് ആക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് നിങ്ങളിത് ഉപയോഗിക്കാതിരുന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, നല്ലോണം കുറയും. അത് നമ്പർ 1. പിന്നെ ഇങ്ങനത്തെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റുകൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക. ഇൻസ്റ്റാഗ്രാം എവിടെയും പോകാൻ പാടില്ല. ഒരു 10 ദിവസമോ 20 ദിവസമോ 1 മാസമോ 90 ദിവസമോ കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രത്തോളം ഇതിനകത്ത് പ്രശ്നമുണ്ട് അതിനനുസരിച്ച് ആ ഡ്യൂറേഷൻ കൂട്ടിയിട്ട് തിരിച്ച് വന്നാൽ ഇൻസ്റ്റാഗ്രാം അവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം തോണ്ടിയില്ല വെച്ചിട്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റേതും ഒക്കെ ഉണ്ട് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ബ്രെയിനകത്ത് ഇപ്പോൾ ഒരുപാട് ഡോപ്പമിൻ ടോളറൻസ് ഉണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഡോപ്പമിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരണം, ഒന്ന് ഫാസ്റ്റ് ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കുക എന്നുള്ളതും കൂടെ ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, തൗബ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ തെറ്റ് സമ്മതിച്ച് നമ്മൾ പടച്ചവനോട് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ പാടാൻ നിൽക്കരുത് കേട്ടോ. നമ്മളൊരു തെറ്റ് ചെയ്തു, അത് പബ്ലിക്കാക്കാൻ പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്യമാക്കാൻ പാടില്ല. ഇനി നിങ്ങൾ തെറ്റ് ചെയ്ത് നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തിട്ട് പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റ് ആവർത്തിക്കരുത്. വീണ് പോവാം, അത് പ്രശ്നമല്ല. നമ്മളിവിടെ യുദ്ധത്തിലാണ്, നമ്മൾ പിന്തിരിഞ്ഞോടരുത്. വീഴും, അടിയിട്ടും, പേടിയാവും, കയ്യിൽ നിന്ന് പോവും, ഒക്കെ ചെയ്യും. തിരിച്ചു പോരുത്, ഓടരുത്, പുറം കാണിക്കാൻ പാടില്ല. വീണാൽ എഴുന്നേക്കുക,
അടുത്ത് പിടിക്കുക, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ പെട്ടെന്ന് തീരുമൊന്നുമില്ല. അത് വലിയ കളിയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കിയിട്ട് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എംപയർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഒരു എവല്യൂഷണറി സാധനം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പരിപാടി അത്. അതിൻ്റെ അകത്താണ് പോയി ചാടിയിട്ടുള്ളത് നമ്മൾ. അപ്പോൾ അതിന് ഊരിപ്പോരാന്ന് എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് അതിങ്ങനെ എത്ര എളുപ്പത്തിൽ നടക്കുമെന്നും വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ തോക്കൂല, നമ്മൾ തിരിച്ചടിച്ചിരിക്കും. മാത്രമല്ല അടുത്ത പരിപാടി ഉണ്ട്. ഈ സ്ട്രഗിളിന്ന് മോനെ, ഇത് സാധനം ചില്ലറ സാധനമല്ല, ഇത് ജിഹാദാണ്. പടച്ചോന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സമരമാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണത്. അതിന് അത്രമാത്രം റിവാർഡ്. പടച്ചോൻ നമ്മൾ ഓരോ തവണയും തൂക്കുമ്പോൾ മറ്റേ ഇവന്മാരെ പോലെ ജയിച്ച് വന്നാൽ കപ്പ് തരാമെന്നല്ല, നമ്മുടെ എഫേർട്ടിനാണ്. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ, എത്രത്തോളം ഇതിനകത്ത് എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് പടച്ചോൻ നമുക്ക് റിവാർഡ് തന്നുണ്ടാവും. അതുകൊണ്ട് അപ്പോൾ വീണു എന്ന് വെച്ചിട്ട് ഒരിക്കലും ഡിസേർട്ടൻ്റ് ആവരുത്, നിരാശപ്പെടരുത്. തിരിച്ചെഴുന്നേറ്റ് അടിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ സാധനം. അപ്പോൾ നമ്മളൊരു ഖുറാനിലെ ആയത്താണ് പറഞ്ഞത്. നമ്മളോട് പടച്ചോൻ പറഞ്ഞാണെന്ത്, അടുത്ത് പോകരുത് എന്ന്, സിനേൻ്റെ അടുത്ത് പോകരുത്. അതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 നമ്മളോട് എന്താണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾക്ക് അതിനുള്ള പക്വതയായി, നിങ്ങൾക്ക് അതിനുള്ള ഒരാളെ പോറ്റാനുള്ള ഒരു ഫാമിലി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോമ്പെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പെടുക്കാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, റമദാനിൽ അല്ലെങ്കിൽ നിങ്ങൾ റമദാനിൽ നോമ്പെന്നെ എടുക്കുക. നമുക്ക് ഹലാലായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളെ ശരീരം അത്രമേൽ ക്രേവ് ചെയ്യുന്നത്, ഇതും ശരീരം ക്രേവ് ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ പടച്ചോന് വേണ്ടി ഒഴിവാക്കുകയാണ്. അതേ സാധനം പകൽ മുഴുവൻ ചെയ്യുന്ന സാധനം എന്താ രാത്രിയും ചെയ്തൂടെ? പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അതിന് നമ്മളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പെടുക്കാൻ പറയുന്നത്, ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി കുറച്ച് വീക്കാവാം. പക്ഷേ ഈ തരത്തിലുള്ള ക്രേവിങ്സിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും നമുക്ക് അതിനുള്ള ഇതും കിട്ടും, ആ ഈമാൻ കിട്ടും. നമുക്ക് പടച്ചവനടുത്തൊരു ഹുഷു ബിൽഡ് ചെയ്യും, നമുക്ക് പടച്ചവനോടുള്ളൊരു ഭയം ബിൽഡ് ചെയ്യും. ഇതൊക്കെ ആ പടച്ചവനുമായിട്ടുള്ള കണക്ഷൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. നമുക്ക് പടച്ചവനോടുള്ള ആ ബോണ്ടിങ് സ്ട്രോങ് ആവണം. പടച്ചവൻ വിചാരിച്ചാലേ കഴിച്ചിലാവുള്ളൂ. നമ്മളിങ്ങനെ കുറേ കുറേ കഥ കേട്ടിട്ടും കുറേ സ്ട്രക്ചർ കേട്ടിട്ടും കുറേ മെത്തേഡ്സ് കേട്ടിട്ടും കാര്യമില്ല. പടച്ചവൻ്റെ ഹെൽപ്പ് വേണം മോനെ. ഇത് ഭയങ്കര സീനാണ്. ഇത് ഇത്രയും ഇത് ചില്ലറ സാധനമല്ലടാ. അപ്പം അത് ക്രാക്ക് ചെയ്ത് പുറത്ത് വരിക എന്ന് പറയുന്നത് പടച്ചവൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് എന്തായാലും ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. നല്ലോണം ഹെൽപ്പ് വേണം. അതിനെക്കൊണ്ട് നമ്മുടെ കഴിവിൻ്റെ അപ്പുറമാണെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. പടച്ചവനെ, എനിക്കൊരു കഴിവില്ലാത്തവനാണ്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്, എനിക്ക് നിൻ്റെ സഹായം ഇല്ലാണ്ട് ഇതിന് പുറത്ത് വരാൻ പറ്റില്ല, എന്നെ സഹായിക്കണേന്ന് എന്നെ ദുആ ചെയ്യുക, നല്ലോണം ദുആ ചെയ്യുക. അതുപോലെ ഒരു കഥയുണ്ട്. നബിയുടെ പേര് ഞാൻ മറന്നുപോയി. നബിയാണോ സഹാബയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സഹാബത്താണോ എന്നുള്ളത് ക്ഷമിക്കണം, എനിക്കത് ഓർമ്മയില്ല. 2 കഥകളുണ്ട്. ഒന്ന് യൂസുഫ് നബിയാന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റേ വിരൽ മുറിക്കുന്ന, അതായത് അവരുടെ യജമാനൻ്റെ വൈഫ് ഇവരെ ഈ സിനയിലേക്ക് ഫോഴ്സ് ചെയ്യുന്നു. ഇവരപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞാനിവിടെ കൊടുക്കാം, അത് പ്രാർത്ഥിക്കാം. അതൊന്ന്. അതുപോലെ തന്നെ മറ്റൊരു കഥയുണ്ട്. അതിനകത്ത് എന്താ സംഭവിച്ചൊരു, എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് സഹാബിയാണ്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് കഥയായിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് ഇവർ ഈ സഹാബത്തിന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ശരി, ഒരാളെന്ന് വിചാരിച്ചോ. ഇയാൾ ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളെ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയാണ്. അവരെത്ര സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇവരതിന് വഴങ്ങുന്നില്ല. ഒരു കുറച്ച് പൈസയുള്ള സ്ത്രീയാണ്, ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അങ്ങനെ ഒരു ദിവസം ഇയാളെ എങ്ങനെയോ ഇവർ വീടിനുള്ളിലിട്ട് പൂട്ടി, വീടിനുള്ളിലേക്ക് അവരെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ലോക്കായി. അപ്പോൾ ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇവരെ സെഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ട് ആ മലം എടുത്ത് മേത്ത് തേച്ചു. അത്രയും എന്താ പറഞ്ഞാൽ, അപ്പോൾ ഇവർക്ക് ഇങ്ങനൊരവസ്ഥയിലുള്ള ഒരാളോട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആൻഡ് ഹി വാക്ക്ഡ് ഔട്ട് ഓഫ് ഇറ്റ്, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു പക്ഷേ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹവും ടെംപ്റ്റഡ് ആവാം, പറയാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അതായത് നമുക്കതിൽ നിന്ന് എങ്ങനെയൊക്കെ റിഫ്രെയിൻ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ, അത് ആ ഡിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. ആഡ് മോർ ഫിക്ഷൻ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എൻഗേജ് ചെയ്യുക. ഒരു റൂമിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കരുത്. ഇതിങ്ങനെ തോണ്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ട്രിഗേഴ്സ് അടിക്കും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പുറത്തിറങ്ങുക,
കൂട്ടുകാരുടെ അടുത്ത് വർത്തമാനം പറയുക, എന്തെങ്കിലും ഗെയിംസിലൊക്കെ ഇൻവോൾവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റീസ്, ഇതൊക്കെ ജനറലായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും പറയണേ. ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഈ പോൺ അഡിക്ഷൻ മാറാൻ വേണ്ടി പറയുന്ന റെക്കമെൻഡേഷൻസിൽ ഒന്നാണ് ഇത്. ഇങ്ങനത്തെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ അത് ഇൻവോൾവ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആഡ് മോർ ഫ്രിക്ഷൻ എന്നുള്ളത് ഇപ്പം ഈ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ആഡ് മോർ ഫ്രിക്ഷനാണ്, കൂടുതൽ ഫ്രിക്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫോൺ നിങ്ങൾ പുറത്ത് വയ്ക്കുക എന്ന് പറഞ്ഞില്ലേ, ആ റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്, ഫോൺ പുറത്ത് വയ്ക്കുക. എന്നാലും ചിലപ്പോൾ ടെംപ്റ്റേഷൻ അടിച്ചിട്ട് പോയി എടുക്കും. അപ്പോൾ എന്താക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങളുടെ പാരൻസിൻ്റെ റൂമിൽ വയ്ക്കാം, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഇതിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളോട് ഇത് പറയാം, ഒരു ഫ്രണ്ടിനോട് പറയാം, ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അപ്പോൾ നീ എൻ്റെ ഫോൺ വെച്ചോ, അല്ലെങ്കിൽ ഈ സമയം തൊട്ട് നീ ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ട്രിഗേഴ്സ് കണ്ട് പ്രശ്നങ്ങളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക. ഇനി ഒടുക്കത്ത ക്രേവാണ്, ഒരു രക്ഷയില്ല, ഞങ്ങൾ ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അത് സംഭവിക്കാം, വീണു പോകാൻ നമ്മൾ മനുഷ്യന്മാരല്ലേ. എന്ത് ചെയ്യുക, ഒരു സ്വതക്കം അങ്ങോട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു സ്വതക്ക ചെയ്യുക. ദാറ്റ് മീൻസ് ഈ അഫോർഡബിലിറ്റി ഉണ്ടല്ലോ, അത് നമ്മളവിടെ പൊട്ടിക്കുകയാണ്. അത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു വളരെ ചീപ്പായിട്ടുള്ള എമൗണ്ട് ആവരുത്, കുറച്ച് പൈസയുള്ള സാധനം ആയിരിക്കണം. ഇപ്പോൾ ഒരു 500 രൂപ നിങ്ങൾ സ്വതക്ക ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദാനമായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ചാരിറ്റിക്ക് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ അല്ല. ഇത് ഓരോ തവണ കാണുമ്പോഴും യു ആർ ആക്ച്വലി പേയിങ് സം മണി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു സാധനം അത് നമ്മളവിടെ ബ്രേക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ആക്സസിബിലിറ്റി, അത് നമ്മൾ പൊട്ടിച്ചു. ഈ ഫോൺ ആക്സസിബിൾ അല്ല, ഇപ്പം കൂട്ടുകാരൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ വേറെ ആരുടെയും അടുത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൻ്റെ പുറത്താണ്, നിങ്ങൾ എഴുന്നേറ്റ് പോയി അവിടം വരെ പോയി അത് എടുക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം ഫോൺ ചാർജ് ചെയ്യരുത്. അപ്പോൾ എന്താവും, ഒരു രാത്രി ഉറങ്ങാനാവുന്ന സമയത്തേക്ക് ഫോൺ ഡെഡാവും. ഫോൺ ഡെഡായിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൺ കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ടൊക്കെ വേണ്ടത് ചെയ്യാൻ. അപ്പോൾ അത്രയും സമയമായി, ആ സമയം കൊണ്ട് ഇത് പോവും. ഒന്ന് ഒന്നും എടുക്കുക. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ സംഭവം ചെറുത്താൻ്റെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നാലെ വരണേ, ആ സാധനമൊക്കെ ഒന്ന് കുറയും. അപ്പോൾ അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു 30 മിനിറ്റ് വീഡിയോ, എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു നല്ല എന്തെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഒരു ഖുറാൻ കേൾക്കുന്നതോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് രക്ഷയില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വീണ് പോവും. ഇനി വീണ് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ചെറുത്താൻ നിങ്ങളെ പറഞ്ഞ് നിങ്ങളതിനകത്ത് പോയി പെട്ടു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ then what you need to do is like you have to compensate it with more good. ഒരു 10 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്നത് അതുപോലെ സുന്നത്ത് നിസ്കരിക്കുക, സ്വതക്ക ചെയ്യുക, നന്മകൾ ചെയ്യുക. അപ്പോൾ എന്താണ്, ഈ ചെറുത്താൻ ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ടൊരു സാധനത്തിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ അതിൻ്റെ ഇരട്ടി എന്താക്കുകയാണ്, പടച്ചവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവൻ ഈ വെറുതെ വിടുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇവൻ ഇപ്പോൾ ഈ ചെയ്ത പ്രശ്നത്തിനേക്കാൾ വലിയ കുറേ നന്മകൾ ചെയ്താൽ ചെറുത്താൻ്റെ ആ ഒരു ഗോള് ഡിസ്ട്രപ്റ്റഡ് ആവൂലേ. അപ്പോൾ വിട്ടേക്ക്, ഇവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ ഒഴിവായി വിടും. ആ ഒരു ടെംപ്റ്റേഷനും ആ ക്രേവിങ്ങും ഒക്കെ ഗ്രാജുവലി കുറഞ്ഞു വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ ജനറിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വെക്കാം. അതുപോലെ ഇതൊരു കോഴ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് ബാക്കിയുള്ള ഈ നോർമൽ നോഫാപ്പ് സാധനങ്ങളിലൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഇപ്പോൾ പ്രൈമറിലി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ യു വിൽ ബി ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ there is going to be huge withdrawal symptoms. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് മിക്കവാറും ആൾക്കാരും നിർത്തും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചിലായി പോരാൻ പറ്റും, ഊരിപ്പോരാൻ പറ്റും. ചില ആൾക്കാർക്ക് അതൊരു ഫ്രാക്ഷനാണ്, ഒരു ഫ്ലിക്കിലാണ്, പടച്ചോൻ്റെ ഒരു കാരണം കൊണ്ടാണ് പെട്ടെന്ന് സോൾവ് ആവുക. ബട്ട് ചില ആൾക്കാർക്ക് സമയം എടുത്തുന്നിരിക്കാം. സമയം എടുക്കുന്നതോറും അതിന് വിഷമിക്കൊന്നും വേണ്ട. ഈ സ്ട്രഗിളിനൊക്കെ നിങ്ങൾക്ക് പടച്ചോൻ്റെ അടുത്തുനിന്ന് റിവാർഡ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതങ്ങനെയുണ്ട്. ഇനി ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത്, ഇനിയിപ്പം ഞാൻ ഒരു ഡീറ്റെയിൽ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്താക്കാം, ജനറിക് ആയിട്ടുള്ള നോഫാപ്പ് ടെക്നിക്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വിത്ഡ്രോവൽ സിംറ്റംസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ അത്രമാത്രം ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് ഡോപ്പമിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ
പിന്നെ ഗെയിംസ് കളിക്കാനും ഫ്രണ്ട്സിനോട് സോഷ്യലൈസ് ചെയ്യാനും പുറത്ത് പോകാനൊക്കെ പറയണം അതിനെക്കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ഡോപ്പമിൻ വേണം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഡോപ്പമിൻ വേണം. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഒരു ഡോപ്പമിൻ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവുന്നേ, വലിയ പ്രശ്നമാവും, ഭയങ്കര അലമ്പാവും. കാരണം നിങ്ങൾക്ക് ഭയങ്കര ക്രാങ്കി മൂഡാവും, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഒന്നിനൊരു മൂഡില്ല, എന്തെല്ലാമൊക്കെയോ ഒരു വെപ്രാളൊക്കെ ഉണ്ടാവും. മനസ്സിലാക്കുക, ഇറ്റ്സ് നോർമൽ. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ ആ റീവയറിങ് പ്രോസസ്സിലാണ്. ആ ഡോപ്പമിൻ്റെ ടോളറൻസ് ലെവൽ കുറഞ്ഞ് ആ സാധനം റെഡിയായി വരികയാണ്. അതിനെക്കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് 30 ദിവസം ആകുമ്പം ഉണ്ടാവാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഈ സംഗതികളൊക്കെ അപ്പോൾ നേരത്തെ ആവാം, ലേറ്റ് ആവാം, അങ്ങനെ സംഭവിക്കാം. എന്താണെങ്കിലും ഇതിനകത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വീണ് പോയി, ഒന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപോയി, ഒന്നും പ്രശ്നമല്ല, തിരിച്ചെഴുന്നേക്കുക, കൊടുക്കുക. മറ്റേ ബാഹുബലിയിൽ ഇവൻ പറയണ പോലെ, പ്രഭാസ് പറയണല്ലോ, എത് മരണം ആ സാധനമാണ്. അപ്പം നമ്മൾ തിരിഞ്ഞോടിയാലാണ് അത് മരണം, അപ്പോഴാണ് നമ്മൾ തോക്കുക. തിരിഞ്ഞോടരുത്, എഴുന്നേറ്റ് വീണ്ടും ഫൈറ്റ് ചെയ്യുക. ഈ സംഭവങ്ങൾ തന്നെ മതി, ഈ ടെക്നിക്സ് തന്നെ മതി നിങ്ങളിന്ന് പുറത്ത് വരാൻ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, ശരിയാവും. ഒക്കെ നമ്മൾ റെഡിയാക്കും. ഇനി ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെ ഞാൻ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഞാനിപ്പോൾ ഓടി പറഞ്ഞതാണ്, ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയിൻറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പം ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഓരോ സ്ലൈഡ് വെച്ച് നോക്കി ഇങ്ങനെ വായിച്ച് പോയാൽ മതിയല്ലോ. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ, ഓടിച്ച് പോവാണ്. ഇത്രയും വലിയൊരു കണ്ടൻറ്റാണ്, ഇത് ഒരുപാട് സാധനമുണ്ട് കഥ. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് പോയപ്പം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ഓടിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് പക്ഷേ കീ പോയിൻറ്റ്സൊക്കെ അഡ്രസ്സ് ചെയ്തു തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊരു കോഴ്സായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് യു ഗൈസ് ഡു ട്രൈ ദിസ് തിങ്സ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്പാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഹെൽപ്പാവട്ടെ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഒരിക്കലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയില്ല, കാരണം കൊല്ലത്തിലൊരിക്കൽ മാത്രം വീഡിയോ ചെയ്യുന്നിടത്തിനാണ്. അപ്പോൾ ഈ പ്രശ്നം സ്ട്രഗിൾ ചെയ്യുന്നവനെ സെർച്ച് ചെയ്ത് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത്രമാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.